നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ആ സിനിമയുടെ തിയേറ്ററുകളിലെ വേട്ട അവസാനിപ്പിച്ച് ഇപ്പോഴത്തെ OTTയിൽ ഇന്ന് മുതൽ മെയ് 30-ാം തീയതി മുതൽ വേട്ട തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയ തുടരും എന്ന സിനിമയുടെ ഇന്നലെ വരെയുള്ള കൃത്യമായ കേരള കളക്ഷൻ, അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ തരംഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. IPL പ്ലേ ഓഫ് മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ആ പ്ലേ ഓഫ് മത്സരങ്ങളോടൊപ്പം തന്നെ ഗൂഗിളിന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പേർ തിരയുന്ന ഒരു പേരാണ് നമ്മുടെ തുടരും എന്ന സിനിമയുടേത്. അപ്പോൾ OTTയിൽ മാത്രമല്ല തുടരും എന്ന സിനിമ OTT റിലീസ് ആയതിനു ശേഷം തരംഗമായി മാറിയിരിക്കുന്നത്. അങ്ങ് ഗൂഗിളിലടക്കം സിനിമ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്നലെയോടെ സിനിമയുടെ തിയേറ്ററുകളിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലെ റണ്ണും പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ. നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലെ വലിയ തരംഗമായി മാറിയ ഇൻഡസ്ട്രി ഡിവിഷൻ നേടിയെടുത്ത പല തിയേറ്ററുകളിലും റെക്കോർഡ് കളക്ഷനും ഷെയറെല്ലാം തന്നെ നേടിയെടുത്ത തുടരും എന്ന സിനിമയ്ക്ക് നന്ദി പറയാനായിട്ടും നമ്മുടെ തിയേറ്റർ ഉടമകൾ മറന്നിട്ടില്ല. പല തിയേറ്റർ ഉടമകളും ഇതിനോടകം തന്നെ തുടരും സിനിമയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക്, എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോംസിലെല്ലാം തന്നെ പോസ്റ്റുമായിട്ട് എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ രാത്രിയോടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ നമ്മുടെ തിയേറ്റർ ഉടമകളുടെ വലിയ പ്രശംസ നേടിയെടുത്ത സമീപകാലത്തെ ഒരു സിനിമ കൂടിയായിട്ട് ലാലേട്ടൻ നായകനെത്തിയ തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇനി തുടരും സിനിമയുടെ കൃത്യമായ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 35 ദിവസത്തെ തുടരും സിനിമയുടെ കേരള ഗ്രോസ് വന്നിരിക്കുന്നു. അത് പ്രകാരം OTT റിലീസ് ചെയ്യുന്നതിന് മുന്നത്തെ ദിവസമായ ഇന്നലെ പോലും സിനിമയ്ക്ക് കേരളത്തിൽ 30 ലക്ഷം ഗ്രോസ് വന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 118 കോടി 33 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ച കൂടി OTT റിലീസ് നീട്ടിയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് സിനിമ 120 കോടി കളക്ഷനും കേരളത്തിൽ കടന്നേനെ എന്നാണ് ഈ ട്രെൻഡിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും സിനിമ വലിയ സാമ്പത്തിക ലാഭം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തുടരും സിനിമ OTTയിൽ തുടരുന്നു. കാത്തിരിക്കുക കൂടുതൽ തുടരും വാർത്തകൾക്ക്.